വചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന് ഏറെ പ്രിയപ്പെട്ടവരെ, ശാലോം TV നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നമുക്കൊന്നു ചേർന്ന് പ്രവേശിക്കാം. കൂടുതൽ കൃപ ഈ മണിക്കൂർ നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സൗരജീവികൾ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൂര്യനെ നോക്കി ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയാണ് നമ്മൾ സൗരജീവികളെന്ന് വിളിക്കുക. സൂര്യൻ ഉദിക്കുമ്പോൾ ഉണരുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉറങ്ങാൻ പോകുന്നു, സൂര്യനെ നോക്കി സൂര്യൻ്റെ വെളിച്ചത്തെ നോക്കി വളരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്നും പലതും കണ്ടുപഠിക്കുന്നതാണ്. നമ്മുടെയൊക്കെ തൊടികളിലുള്ള തെങ്ങ്, അതുപോലെയുള്ള ഏത് വൃക്ഷം എടുത്തോളൂ, സൂര്യവെളിച്ചത്തിലേക്ക് അത് വളരുക. താമര എന്ന് പറയുന്ന ഒരു മനോഹരമായ ചെടിയില്ലേ, നല്ല പുഷ്പങ്ങളൊക്കെ വിരിയിക്കും താമര. താമരയെക്കുറിച്ചൊക്കെ എന്താ പറയുക? അത് സൂര്യൻ ഉദിക്കുമ്പോഴാണ് വിടരുക. സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് കൂമ്പിപ്പോവുകയും ചെയ്യും. അങ്ങനെയുള്ള കവിതകളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. രാവിപ്പോൾ ക്ഷണമങ്ങുടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിക്കും, ദേവൻ സൂര്യനുദിക്കും ഈ കമലവും കാലയെ വിടർന്നിടുമേ എന്നൊക്കെ പറയുന്ന. അപ്പോൾ ഉദയസൂര്യനോട് ചേർന്ന് ഉദിച്ചു വരുന്ന വിടർന്നു വരുന്ന താമര പോലുള്ള പുഷ്പങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്നും നമ്മുടെ അനുദിന ജീവിതത്തിൽ കാണുന്നതാണ്. നമ്മളാണെങ്കിലും സൂര്യന് ഉദിച്ചു വരുമ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് വിടർന്നെഴുന്നേറ്റ് വരുന്നവരാണ്. പിന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ദിവസവും അസ്തമിച്ചതുപോലെ അല്ലെങ്കിൽ തീർന്നതുപോലെയൊക്കെ ആക്കി തീർക്കുന്നവരല്ലേ. അപ്പോൾ പ്രകാശമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഈ വചനം ശ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രകാശമുള്ളിൽ കിട്ടാൻ തമ്പുരാൻ ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ചെയ്യുക. ഉള്ളിൽ വെളിച്ചമില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. വിനോബ ഭാവിയുടെ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഹൃദയത്തിൽ വെളിച്ചമുള്ളവരാവുക എന്ന്. ഉള്ളിലെ വെളിച്ചം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അന്ധകാരമാണ്, നമ്മുടെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും. അതുകൊണ്ട് വെളിച്ചത്തിന് വേണ്ടി നമ്മളെന്നും കാത്തിരുന്ന് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. എന്നും പ്രകാശമേ നയിച്ചാലും പ്രകാശമേ നയിച്ചാലും ദൈവമാണ് നമ്മുടെ വെളിച്ചം. അതുകൊണ്ട് പ്രകാശമാകും ദൈവം നമ്മളെ ഈ സമയം നയിക്കട്ടെ. ഈ അരമണിക്കൂർ സമയം നമുക്ക് കണ്ണുകളൊക്കെ അടച്ച് നമ്മൾ ഈ അന്ധകാരമെല്ലാം മാറിപ്പോയി കൂടുതലായ ദൈവിക വെളിച്ചം നമ്മളുണ്ടാകാൻ നമുക്ക് ഒന്നു ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വെളിച്ചം തരയണമേ, വെളിച്ചം തരയണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരയണമെന്നൊരു പഴയ പാട്ടില്ല, നമുക്ക് ചേർന്നൊരു പ്രാർത്ഥനയായിട്ടത് പാടാം. വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. നിങ്ങൾക്ക് ചേർന്ന് പാടാമോ? വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. ദൈവം നമ്മുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കട്ടെ. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഒരു പ്രത്യേക രംഗം കാണുന്നുണ്ട്. സ്നാപക യോഹന്നാന് യേശുവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവർക്കെൻ്റെ അർത്ഥമൊന്നും ഒന്നും പിടികിട്ടിയില്ല. അപ്പോൾ അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർ 2 പേരോടുകൂടി നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബി, ഗുരു എന്നാണ് ഇതിനർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടി താമസിക്കുകയും ചെയ്തു. നമ്മൾ പലപ്പോഴും ബൈബിളിൽ തമ്പുരാനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ
യേശുവിനോട് പലരും പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് ചെന്ന് നമ്മൾ കാണും. പക്ഷേ ഒരു ചോദ്യത്തിനും നേരെ ചൊവ്വേ ഉത്തരം പറയാറില്ല. ഒന്നുകിലും മറുചോദ്യം അങ്ങോട്ട് ചോദിക്കും, അല്ലെങ്കിൽ വേറൊരു കാര്യം. ഇതാ ക്രിസ്തുവിൻ്റെ ശൈലി എന്നൊക്കെ പറയുക. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. കർത്താവ് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം. അല്ലാതെ ഇതെല്ലാം സ്പൂൺ ഫീഡിങ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്കതിൻ്റെ കോരി വായിലൊഴിച്ച് തരുന്ന പരിപാടി തമ്പുരാനില്ല. നമ്മൾ അന്വേഷിക്കാൻ കടപ്പെട്ടവരാ. അതുകൊണ്ട് വന്നു കാണുക. അങ്ങനെ ഒരു പശ്ചാത്തലം നമ്മൾ ഇവിടെ ഈ വചനഭാഗം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണും യോഹന്നാൻ സുവിശേഷം 14:10 നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ വസിക്കുന്നത് പിതാവിലാണ് എന്നാണ് പറയുക. പിതാവ് യേശുവിൻ്റെ വാസസ്ഥാനമായി മാറുകയാണ്. പിതാവിലാണ് വസിക്കുക, ദൈവത്തിലാണ് വസിക്കുക. മനുഷ്യനായി കടന്നു വന്ന ആദിവചനമായ ക്രിസ്തു ദൈവത്തിലാണ് വസിക്കുക. അപ്പം പിതാവായ ദൈവം യേശുവിൻ്റെ വാസസ്ഥാനമായിട്ട് മാറി എന്ന ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരുക. ഞാൻ ഓർക്കും, ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ മേഖലയിൽ നമ്മൾ ഒരുപാട് ഇനിയും ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നോക്കണേ, ഒരു വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ ഫലവും പലപ്പോഴും തിരിച്ചറിയാതെ ഒരു ചടങ്ങ് പോലെ, ഒരു പതിവ് പോലെ ഒക്കെ ഈശോയെ സ്വീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമുക്കിതിനൊരു മാറ്റം വരുത്തണം പ്രിയപ്പെട്ടവരെ. ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും കർത്താവ് നമ്മിലേക്ക് വരുന്നു. കർത്താവിൻ്റെ വാസസ്ഥലമായി നമ്മുടെ ഈ ശരീരം മാറുകയാണ്, നമ്മുടെ ഈ വ്യക്തിത്വം മാറുകയാണ്. അതുപോലെ ഒരു വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നമ്മൾ കർത്താവിൽ പോയി വസിക്കുക, കർത്താവ് നമ്മുടെ വാസസ്ഥാനമായിട്ട് മാറുക. ഇൻഡ്വെല്ലിംഗ് എന്നൊക്കെ പറയും നമ്മൾ, മ്യൂച്വൽ ഇൻഡ്വെല്ലിങ്, പരസ്പരമുള്ള സഹവാസം. ഇതാണ് വിശുദ്ധ കുർബാനയുടെ ഫലം. ദൈവ മനുഷ്യ ഐക്യത്തിൻ്റെ കൂദാശയായി വിശുദ്ധ കുർബാന മാറുന്നത് ഈ കൂദാശയിലൂടെയാണ്. നമ്മൾ പലപ്പോഴും അതിൻ്റെ പ്രാധാന്യം അത്രയങ്ങ് മനസ്സിലാക്കാറുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വരും തമ്പുരാനോടുള്ള നമ്മുടെ ബന്ധം ഒക്കെ ഒന്ന് ശക്തിപ്പെടുത്താൻ, കൂടുതൽ അനുഗ്രഹവും ദൈവകൃപയും ദൈവബന്ധവുമൊക്കെ ഉണ്ടാകാൻ നമുക്ക് ഈ വിശുദ്ധ കുർബാന സ്വീകരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഓർമ്മിക്കാം. യോഹന്നാൻ സുവിശേഷം 6:56 അതിന് നമുക്ക് പ്രചോദനം നൽകുന്ന വചനഭാഗമെന്ന് നമുക്ക് ഓർമ്മിക്കാം. ഇനി നിങ്ങളോട് ആരെങ്കിലും എവിടാ താമസിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാനങ്ങ് കന്യാകുമാരിയിലാണെന്നോ ഞാനങ്ങ് കാസർഗോഡാണെന്നോ ഒക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്ന ഉത്തരം. അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഇടവോ അല്ലെ സ്ഥലമൊക്കെ നമ്മൾ പറയുന്നൊക്കെ ഇരിക്കും. എവിടെ താമസിക്കുന്നു അത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ എവിടെ താമസിക്കുന്നുവോ ആ സ്ഥലത്തോട്, ആ പരിതോവസ്ഥകളോടൊക്കെ നമുക്കൊരു ഹൃദയബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ താമസിക്കുന്നു എന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും താമസ സ്ഥലമൊന്നും ഉപേക്ഷിച്ച് പോകാൻ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനെയെങ്കിലും ഏത് യാത്രയ്ക്ക് പോയാൽ അവസാനം വീട്ടിലൊന്ന് എത്തിച്ചേർന്നാൽ മതി. അത് ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടെത്തുക. അപ്പം നമ്മളോട് എവിടെ താമസിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ വീടിനെയോ നമ്മുടെ നാടിനെയോ നമ്മുടെ പരിതസ്ഥിതികളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുള്ളത്. പക്ഷേ ഇതല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു വീട് എന്ന് പറയുന്നത് കുറച്ച് സിമെൻറ്റും കമ്പിയും കട്ടയും ഒക്കെ ഉണ്ടെങ്കിൽ വീട് പണിയാൻ പറ്റും. വീടിനെ ഭവനമാക്കുക എന്ന് പറയുന്നൊരു ആശയം നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ നമുക്ക് വീടിനെ നമ്മുടെ ഭവനമാക്കി തീർക്കണം. ആ ഭവനമാക്കി തീർക്കുന്ന കാര്യത്തിൽ നമുക്ക് നമ്മുടെ ഭാഗത്ത് ഒത്തിരി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, സക്കേവൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഥ നമ്മൾ വചനഭാഗത്ത് എത്രയോ നമ്മൾ കേട്ടിരിക്കുന്നത്. സക്കേവൂസിൻ്റെ കാര്യം. സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെല്ലുക. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരികയാണെന്നാണ്, നിൻ്റെ ഭവനത്തിലേക്ക് വരികയാണെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് ചെല്ലുകയാണെന്നാണ് പറഞ്ഞു. സന്തോഷത്തോടെ സ്വീകരിച്ചു, ഗേറ്റ് തുറന്നു കൊടുത്തു. കർത്താവ് അവിടെ ചെന്നിരുന്നു. എന്തെങ്കിലും ഈശോ, സക്കേവൂസേ നിനക്ക് സുഖമൊക്കെയാണോ, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമൊക്കെ അല്ലേ, എങ്ങനെയുണ്ട് ബിസിനസ് സ്ഥലം, ജോലിയൊക്കെ, ഇതൊന്നും ചോദിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന വലിയ വില കൂടിയ ഫർണിച്ചറുകളൊക്കെ കണ്ടു. തമ്പുരാൻ്റെ കണ്ണ് അവിടെയൊക്കെ പതിക. എടാ സക്കേവൂസേ, നീ ഇതെല്ലാം നിനക്ക് അർഹതയില്ലാത്ത പണം കൊണ്ട്, നീ പിടിച്ചു പറിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണല്ലോ ഈ ഫർണിച്ചറൊക്കെ നീ വാങ്ങിച്ചിട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയായിരിക്കും. ഏതായാലും സക്കേവൂസിന് അങ്ങനെ തോന്നി. അതുകൊണ്ട് അയാൾ ആ ഭവനത്തിൽ യേശു കടന്നു വന്നപ്പോൾ, ദൈവം കടന്നു വന്നപ്പോൾ അവിടെ ആരോടും ഒന്നും പറയാതെ ആദ്യം സംസാരിക്കുന്ന സക്കേവൂസാണ് നമ്മൾ ഓർക്കണം. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്തോളാം. ആരുടെ ഇങ്ങനെ വക വഞ്ചിച്ചെടുത്ത് 4 ഇരട്ടിയായി തിരികെ കൊടുത്തോളാം. ആ മനുഷ്യന് മാനസാന്തരം ഉണ്ടാകുക, തൻ്റെ പിൻകാല പ്രവൃത്തികളെക്കുറിച്ച് പശ്ചാത്താപം ജനിക്കുകയാണ്, തിരുത്താൻ തയ്യാറായി മാറുകയാണ് ഈ വ്യക്തി. അതാണ് ദൈവിക സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഉണ്ടാകുന്ന നന്മ. നമ്മൾ ദൈവസന്നിധിയിലേക്ക് പലപ്പോഴും അതങ്ങ് പോവാറില്ല.
പള്ളിയിൽ പേര് ഏറ്റവും പുറകെ നിൽക്കുന്ന കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നും അങ്ങനെ നിൽക്കുകയുള്ളൂ. ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ എന്നോടൊരു വിശേഷം പറഞ്ഞു. 30 വർഷമായിട്ട് എൻ്റെ അച്ഛാ ഞാൻ ഈ പള്ളിയുടെ പുറകുവശത്ത് നിന്ന് കുർബാന കണ്ടവനാണ്. ഭാര്യയും മക്കളെയും കൂടെ കാറെ കൊണ്ടുവന്ന് പള്ളിമരത്ത് ഇറക്കി വിടും. എന്നിട്ട് വണ്ടി അവിടെ മാറ്റിയിട്ട് നിൽക്കും. അന്നേരത്തേക്കും എല്ലാ ദിവസവും ഇങ്ങനെ ആളുകൾ നിറച്ച്, വലിയ പള്ളിയൊന്നുമല്ല, ഒരു സാമാന്യം ആളുകളൊക്കെയുള്ള ഇടവകയാണ്. അപ്പോൾ ആദ്യം വരുന്നതിന് പള്ളിക്കകത്ത് കയറി നിറഞ്ഞിരിക്കും. പിന്നെ ഞാൻ വരുമ്പോഴത്തേക്കും വണ്ടിയൊക്കെ മാറ്റിയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ആളുകളൊക്കെ നിറഞ്ഞിരിക്കും. അത് ഞാൻ എന്നും പുറകിലാണ് നിൽക്കാറുള്ളത്. പിന്നെ കുർബാന കുറച്ച് അവസാനിക്കാറാകുമ്പോഴത്തേക്കും ആളുകളൊക്കെ മുട്ടുകുത്തുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നിലത്ത് മുട്ടുകുത്താൻ പറ്റുമോ? ഞാൻ നടയിരിക്കും. അപ്പോൾ എങ്ങനെയാണ്? റോഡിലേക്ക് തിരിഞ്ഞിരിക്കും, പള്ളിക്ക് പുറകെ തിരിഞ്ഞ്. അങ്ങനെ അയാൾ പറഞ്ഞു, എൻ്റെ കുർബാന കാണലൊക്കെ സമയത്തേക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഏതാണ്ട് 30 വർഷത്തോളം ഞാൻ പള്ളിക്ക് തമ്പുരാന് പുറകെ തിരിഞ്ഞ് ജീവിച്ചവനാണ്. അത് കഴിഞ്ഞാണ് ഒരു നവീകരണ ധ്യാനത്തിനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ ജീവിതത്തെക്കുറിച്ച് അയാൾക്ക് പശ്ചാത്താപമുണ്ടായി. അയാൾ പറഞ്ഞു, 30 വർഷത്തിന് ശേഷം ഇടവക പള്ളിയുടെ മുൻവശം ഞാൻ കയറി കണ്ടു. ഏറ്റവും അടുത്ത അൾത്താരുടെ അടുത്ത് നിന്നപ്പോഴാണ് ദൈവ സാന്നിധ്യവും ദൈവ സാമീപ്യവും എൻ്റെ ഹൃദയത്തെ തൊട്ടു. ഒരു കുർബാനയുടെ മുഴുവൻ ഭാഗങ്ങളിൽ ഞാനത് പങ്കുചേർന്നു. അച്ഛൻ അപ്പമെടുക്കുന്നതും ആശീർവദിക്കുന്നതും മുറിക്കുന്നതും കൊടുക്കുന്നതും ആളുകളൊക്കെ ഈശോയെ സ്വീകരിക്കുന്നതും എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് 30 വർഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ തമ്പുരാനെ എന്നോർത്ത് ഞാൻ നെഞ്ചത്ത് കൈവച്ചത്. ഇതൊരു കുമ്പസാരമാണ് ശരിക്കും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും ആവട്ടെ. ആ മനുഷ്യൻ പിന്നീട് എല്ലാ ദിവസവും ദേവാലയത്തിൻ്റെ മുൻഭാഗത്തെത്തി ആൾത്താർ ചേർന്ന് ബലിയർപ്പിച്ച് നിർവൃതി അടയുന്ന മനുഷ്യനായിട്ട് മാറി. അപ്പോൾ ദൈവ സാന്നിധ്യവും സാമീപ്യവുമൊക്കെ നമ്മളെ തീർച്ചയായിട്ടും രൂപാന്തരപ്പെടുത്തും നമ്മൾ തിരിച്ചറിയുക. പിന്നെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം നമുക്ക് ഓർക്കാനുള്ളത്, ഈ സക്കവൂസിൻ്റെ വീട്ടിൽ തമ്പുരാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ സക്കവൂസ് തൻ്റെ ജീവിതത്തെ കണ്ടു എന്നുള്ളതാണ്. കർത്താവിൻ്റെ കണ്ണുകളിലൂടെ ഇദ്ദേഹം തൻ്റെ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ നോക്കിക്കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ മാനസാന്തരത്തിൻ്റെ വഴിയിൽ കടന്നു വരാൻ കഴിഞ്ഞു, പുതിയ മനുഷ്യനായി മാറി. അപ്പോഴെന്താ കർത്താവ് പറഞ്ഞ്, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ സക്കവൂസ് മാനസാന്തരപ്പെട്ടിരിക്കുന്നു എന്നല്ല. ഒരു വ്യക്തിയുടെ മാനസാന്തരം, ഒരു കുടുംബനാഥൻ്റെ മാനസാന്തരം, ഒരു കുടുംബത്തിൽ രക്ഷയുടെ ആദ്യത്തെ പടിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കുമൊക്കെ കുറേ കൂടിയൊക്കെ മാനസാന്തരപ്പെടാനുണ്ട്, ഒത്തിരിയൊക്കെ ദൈവത്തിലേക്ക് അടുക്കാനുണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ ഞാൻ വേറൊരു കഥ പറയാം. കഥയല്ല, വളരെ സംഭവമാകട്ടെ. ഒരു ഇടവകയിൽ പരസ്പരം കലഹിക്കുന്ന ഒരു ഭാര്യ ഭർത്താവൊക്കെ ഉണ്ടാകും. അത്ര വലിയ സ്നേഹമൊന്നുമില്ല, എന്നാൽ സ്നേഹമുണ്ട്, പിരിഞ്ഞിട്ട് പോകുന്നു, ഇങ്ങനെ കലഹിച്ച് ഇങ്ങനെ കിടക്കാം. മക്കളുമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വീട്ടിൽ അപ്പനും അമ്മയ്ക്കൊക്കെ അറിയാം. ഒരു നല്ല വീട്ടുകാരാണ്, സാമ്പത്തിക പ്രശ്നമില്ല, ജോലിയുണ്ട്, അപ്പനും അമ്മയൊക്കെയാണ് വളരെ നന്നായിട്ടൊക്കെ പോയിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ ഈ വികാരിയച്ഛൻ ഇത് വിളിച്ച് വീട്ടിൽ അകലെ താമസിക്കുന്ന അപ്പനോടും അമ്മയോടും പറഞ്ഞു, മക്കളുടെ ജീവിതം ഇപ്പം ഇങ്ങനെ കഷ്ടത്തിലാകട്ടോ, അവരിങ്ങനെ പലപ്പോഴും സ്നേഹത്തിലൊന്നും, അത് മക്കൾക്ക് പോലും അത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് പേരപ്പന് ചാച്ചനൊന്നും ഇവിടെ നിന്ന് വരണം. കാരണം ഒരു വീട്ടിൽ പള്ളിക്ക് വന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഈ കാരണവർ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനും എൻ്റെ ഭാര്യയും കൂടെ കുറച്ച് ദിവസം ഇങ്ങോട്ട് വരാം, ഇവിടെ കൂടെ അങ്ങ് താമസിക്കാം. പക്ഷേ നല്ല ആത്മീയ ബോധമുള്ള, പ്രായം ചെന്നപ്പോഴത്തേക്കും പക്വതയെത്തിയ, മൂത്തുമുരടിച്ചാലും പച്ചകിടാതെ ഫലം ചൂടി നിൽക്കുന്നുവെന്ന് 92-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തകൻ പറയുന്നില്ല എന്ന് പറഞ്ഞ പോലെ മൂത്ത് വരുന്നിടത്തോളം ആത്മീയതയിലൊക്കെ ആഴപ്പെട്ട ഈ കുടുംബനാഥനും അപ്പനും അമ്മയും കൂടെ ഒരു ദിവസം അവനോട് പറഞ്ഞു, മക്കളെ, ഞാൻ ഇത്രയും നാൾ നിൻ്റെ ഇളയ അനിയൻ്റെ കൂടെ ആയിരുന്നു, ഞങ്ങൾ കുറച്ച് നാൾ അവിടെ വന്ന് താമസിക്കാൻ അങ്ങ് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പനല്ലേ, ഒത്തിരി ഉണ്ടാക്കി തന്നതല്ലേ, വളർത്തിയതല്ലേ. ഭാര്യയും ഭർത്താവ് എതിരൊന്നും പറഞ്ഞില്ല. അപ്പനും അമ്മ അവിടെ വന്ന് കൊച്ചുമക്കളൊക്കെ ഉണ്ട്, അവർക്കൊരു മുറിയൊക്കെ തയ്യാറാക്കി കൊടുത്തു. അവരവിടെ താമസം തുടങ്ങി. രാവിലെ എഴുന്നേക്കും, വെളുപ്പിനെ എഴുന്നേക്കും, കുറേ പ്രാർത്ഥനകളൊക്കെ തുടങ്ങും. കൊച്ചുമക്കൾ ആദ്യമൊക്കെ എന്നൊക്കെ വച്ചെങ്കിലും അവരും വന്ന് കൂടാൻ തുടങ്ങി. പിന്നെ രാവിലെ ഇത് ശാലോം പോലുള്ള മറ്റ് നല്ല ചാനലുകളൊക്കെ വെക്കാൻ തുടങ്ങി. പള്ളിയിൽ പോയി കുർബാനകളൊക്കെ സംബന്ധിക്കാൻ തുടങ്ങി, വീട്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മറ്റ് ആത്മീയ കാര്യങ്ങളൊക്കെ ചാനലിലൂടെയൊക്കെ ശ്രവിക്കാൻ തുടങ്ങി, അവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ നാൾ അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ദൈവിക സാന്നിധ്യവും സാമീപ്യവും ഉണ്ടായപ്പോൾ അതിൻ്റെ തരംഗങ്ങൾ, ഒരുതരം വൈബ്രേഷൻ ഉണ്ട് നമ്മൾ പറയൽ, ഇത് ഈ കുടുംബനാഥനെയും സ്വാധീനിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് തോന്നി, അപ്പനും അമ്മയും വന്നപ്പോൾ ഒരു ഭാരമായിട്ട് ആദ്യം തോന്നിയെങ്കിലും ഇപ്പോൾ ഭാരമായിട്ടുള്ള അനുഗ്രഹമായിട്ട് തോന്നുകയാണ്. അവരതിനെ ആ രീതിയിൽ കണ്ടു. നല്ല മനുഷ്യരായിരുന്നുകൊണ്ടായിരിക്കണം അങ്ങനെ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്.
ഏതായാലും ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു വൈബ്രേഷൻ, ഒരു തരംഗം അവിടെ ഉണ്ടായി. മക്കൾക്കൊക്കെ നമസ്കാരം പഠിക്കാൻ, പ്രാർത്ഥിക്കാൻ ഒക്കെ കഴിഞ്ഞു. നല്ല ഉപദേശങ്ങളൊക്കെ അപ്പനും അമ്മയും കൊടുക്കും. അവരുടെ ജീവിതത്തിൽ പോലും വലിയൊരു മാറ്റം ഈ മാതാപിതാക്കന്മാർ ദർശിക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പം വികാരിച്ചനുമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ കൺസൾട്ട് ചെയ്യും ഈ വല്യപ്പച്ചൻ. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഒത്തിരി മാറി, എന്നാൽ ഞങ്ങളിനി തിരിച്ചു പോയേക്കാം, ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് നന്നായിട്ട് വന്നില്ലേ. ഒരു ദിവസം ഈ അപ്പൻ ഈ മക്കളെ വിളിച്ചു, മക്കളെ കുറേ നാളായല്ലേ അവിടെ നിന്ന് പോകുന്നില്ല, ഇപ്പം എനിക്ക് അവരെയൊക്കെ കാണണം, അവിടെയുള്ള മക്കൾക്ക് കൊച്ചുമക്കൾക്കോ എന്നോട് വലിയ ഇഷ്ടമാണ്, ഞങ്ങളോട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി. വലിപ്പിച്ചാ പോവല്ലേ പോവല്ലേ എന്നും പറഞ്ഞ് അവർ കെട്ടിപ്പിടിച്ച് കരച്ചിൽ തുടങ്ങി. അവരും മാതാപിതാക്കന്മാരും പറഞ്ഞു, അപ്പനും അമ്മയും കൂടി പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയാമോ? ഒരുപാട് ദൈവാനുഗ്രഹങ്ങളാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് നന്മകൾ നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ പോകണ്ട, ഇവിടെ താമസിച്ചു. പിന്നെ കുറേ നാളുകൂടി അവിടെ താമസിച്ചു. പിന്നെ എനിക്ക് ബാക്കി വിശേഷം എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നോക്കണേ, തമ്പുരാനിലേക്ക് വരുമ്പോൾ എവിടെ താമസിക്കുന്നു, ആര് താമസിക്കുന്നു, എങ്ങനെ താമസിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ തമ്പുരാന് അവരിലൂടെ ആ കുടുംബത്തിന് കൊടുത്ത നന്മ. ഒരു പക്ഷേ നമ്മുടെ പല കുടുംബ സാഹചര്യങ്ങളും മാറും. അവിടെ ആത്മീയതയുള്ള മാതാപിതാക്കന്മാർ ഒക്കെ അങ്ങനെയുള്ള കലഹിക്കുന്ന കുടുംബങ്ങളിൽ ചെന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ മാറും. നമ്മൾ പലപ്പോഴും അവിടെ അലമ്പ, അങ്ങോട്ട് പോയാൽ ആ സുഖമില്ല എന്നൊക്കെ നമ്മൾ മാറ്റിക്കളയുന്നതാണെങ്കിലും ഇതൊരു പ്രേക്ഷിത മേഖല പോലെ ഒക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ. അപ്പോൾ എവിടെ ജീവിക്കുന്നു എന്നുള്ളതല്ല, ആരുടെ കൂടെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ വീടൊന്നുമില്ലെങ്കിലും സാമാന്യം ജീവിച്ചു പോകാനുള്ള വീടേ ഉള്ളെങ്കിലും തമ്പുരാൻ അവിടെ ഉണ്ടെങ്കിൽ, സാന്നിധ്യമുണ്ടെങ്കിൽ ആ കുടുംബത്തെ അനുഗ്രഹവും സമാധാനവും ഉണ്ടാകും. ഇനി നമ്മൾ എവിടെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് പോകണം. വീടില്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ജീവിക്കാറുണ്ട്. ഭവനം വേണ്ട, അല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ജീവിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ അയൽപക്കംകാർ വളരെ സ്നേഹത്തിലൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇപ്പോൾ ഈ ആൾ പറയുകയാണ്, ഞങ്ങളുടെ അയൽപക്കത്ത് താമസിക്കുന്ന വീട്ടുകാരോട് ഞങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇപ്പം ഞങ്ങൾ അല്പം വെറുപ്പിലും അകൽച്ചയിലുമാണ് ജീവിക്കുക. നോക്കണേ, ഇപ്പം ജീവിക്കുന്ന അകൽച്ചയിലും വെറുപ്പിലുമാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? എവിടെ ജീവിക്കുന്നു അത് ഭവനമായി തീരുമെങ്കിൽ ഈ രണ്ട് വ്യക്തികൾ അകൽച്ചയിലും വെറുപ്പിലും ജീവിക്കുമ്പോൾ ഈ അകൽച്ചയും വെറുപ്പും എന്തായി മാറി? അവരുടെ ഭവനമായി മാറിയില്ലേ? അതുപോലെ ഞങ്ങളിപ്പോൾ വിദ്വേഷത്തിലാണ് ജീവിക്കുക, വഴക്കിലാണ് ജീവിക്കുക, സമാധാനത്തിലല്ല ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ജീവിക്കുന്നുവോ അത് നമ്മുടെ വീടായി ഭവനമായി മാറും എന്ന് നമ്മൾ അറിയുക. അപ്പോൾ ഇനി വേറൊരാൾ പറയാം, ഞങ്ങൾ വലിയ സ്നേഹത്തിലാണ് ഇപ്പോഴും ജീവിക്കുക. അങ്ങനെയൊക്കെ എത്രയോ നല്ല ആളുകളെ കണ്ടിട്ടുണ്ട്. വർഷങ്ങളായിട്ട് വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് ഇതും പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാലും ഞങ്ങളിപ്പോഴും ആ പഴയ സ്നേഹത്തിലും ചൈതന്യത്തിലൊക്കെ അച്ഛാ ജീവിക്കുന്നെന്ന് പറഞ്ഞ് എത്ര പേരെ കണ്ടിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ അവർ താമസിക്കുന്ന കെട്ടിടമല്ല, അവർ ജീവിക്കുന്ന ആ സ്നേഹജീവിതം അവരുടെ ഭവനമായി തീരുന്നു. അതുകൊണ്ട് നമ്മളെവിടെ ജീവിക്കുന്നു? ഈശോയോട് അവർ ചോദിച്ചു, നീ എവിടെയാണ് ജീവിക്കുന്നതെന്ന്. ഈശോ നമ്മോട് ചോദിക്കും, നിങ്ങളെവിടെയാണ് ജീവിക്കുന്നത്? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഞങ്ങൾ സ്നേഹത്തിൽ ജീവിക്കുന്നു, ഞങ്ങൾ സമാധാനത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ഈ സമാധാനമൊക്കെ നമ്മുടെ ഭവനമായി മാറുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഭവന സങ്കല്പത്തിന് പ്രിയപ്പെട്ടവർ ഒരു മാറ്റം വരുത്താം നമുക്ക്. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഭവനം എന്ന് പറയുന്നത് ഒരു കെട്ടിടം മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ജീവിത അവസ്ഥയുടെ ഭാഗമാണെങ്കിൽ അവിടെ എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള നമുക്ക് ചിന്തിക്കണം. സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യത്തിലും ഒരുമയിലും ജീവിച്ചു കൊള്ളാമെന്ന പ്രതിജ്ഞ ഒരു കുടുംബത്തിലും കുടുംബനാഥനും കുടുംബനാഥയെടുത്ത് ഇന്നു മുതൽ മരണം വരെ, സുഖമായാലും ദുഃഖമായാലും, സന്തോഷമാണെങ്കിലും അല്ലെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും, രോഗമായാലും അല്ലെങ്കിലും ഞങ്ങൾ ഒരേ മനസ്സോട് ജീവിച്ചു കൊള്ളാം എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരേ മനസ്സോട് ജീവിക്കുന്ന ഒന്ന് നമ്മുടെ ഭവനമായി തീരുകയാണ്. നമ്മുടെ ഭവനം ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകണം, നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ തമ്പുരാൻ അവിടെ കടന്നു വരും. ഇനി നമുക്ക് പറ്റാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? അന്നേരം നമ്മളെ തന്നെ നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുക. അതുകൊണ്ട് ഭവനം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന കെട്ടിടത്തിനപ്പുറത്ത് ഉള്ള ഒന്നാണ്. അപ്പോൾ 3 to get married എന്ന് ബിഷപ്പ് ഷീൻ പറയുമായിരുന്നു വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ. ദൈവം കൂടെ വസിക്കുന്ന ഒരിടം, അതാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് ഓർമ്മിക്കാം. അപ്പസ്തോലപ്രവർത്തനം 2-ാമത്തെ അധ്യായം 42 നമ്മൾ കാണും. അവർ ഭവനം തോറും പ്രാർത്ഥിച്ചും അപ്പന്മാർക്ക് ശുശ്രൂഷയിൽ പങ്കുചേർന്നും ഒക്കെ ജീവിച്ചിരുന്നു. നോക്കണേ,
അവരുടെ അന്നത്തെ ക്രൈസ്തവരുടെ ആദിമ ക്രൈസ്തവരുടെ വീടുകൾ പോലും ദേവാലയങ്ങളായിട്ട് മാറുകയായിരുന്നു ഈ ഒരു മാറ്റം. ഇനി ഒരു ഭവനമാണെങ്കിൽ എന്താ വേണമെന്നറിയാമോ? ഒരു വീടാണെങ്കിൽ, ഒരു കുടുംബമാണെങ്കിൽ നിങ്ങളൊക്കെ ഡിപ്പോസിറ്റ് ഉള്ളവരല്ലേ? എന്തെങ്കിലും 4 കാശ് സൂക്ഷിച്ച് വയ്ക്കുക. ഡിപ്പോസിറ്റുകൾ വേണം. ഈ ഡിപ്പോസിറ്റ് പണം മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കൾ മാത്രമല്ല. നമുക്ക് ചില ഡിപ്പോസിറ്റുകളെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതായിട്ട് വരും. അത് വിശുദ്ധിയുടെ, നന്മയുടെ, പുണ്യത്തിന് ഡിപ്പോസിറ്റ്. നമ്മുടെ പുണ്യജീവിതം കൊണ്ട്, ത്യാഗം കൊണ്ട്, സഹനം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, സൽപ്രവൃത്തികൾ കൊണ്ട്, ദൈവവചനം അനുസരിച്ചുള്ള നമ്മുടെ ജീവിതം കൊണ്ട് വി ആർ ഡിപ്പോസിറ്റിംഗ് സംതിങ് ഫോർ ദി ഫാമിലി. കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തേ മതിയാകും. നമ്മുടെ ഡിപ്പോസിറ്റാണ് നമ്മുടെ പിൻതലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുന്നത്, അല്ലേ? അതുപോലെ നമ്മുടെ നന്മ ഉള്ള ജീവിതത്തിൻ്റെ, പുണ്യജീവിതത്തിൻ്റെ ഡിപ്പോസിറ്റുകളാണ് നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുക, കൈമാറ്റം ചെയ്യുക. നമുക്കറിയുമ്പോൾ പുണ്യമുള്ളവരായി ജീവിക്കാനും നമുക്ക് ഒരു കടമയുണ്ട്. ചിലർക്ക് ഒരു ഡിപ്പോസിറ്റ് ഇല്ലാത്ത ആളുകളുണ്ട്, കിട്ടുന്നത് മുഴുവൻ ചിലവഴിച്ചിട്ട് പോകുന്ന ആളുകൾ അല്ല. പലരും ത്യാഗം സഹിച്ച് സൂക്ഷിച്ച് വയ്ക്കും. അങ്ങനെ വയ്ക്കുന്നത് അനുഗ്രഹമായി മാറുമെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 20 നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന കാര്യം. 5 മുതൽ വായിച്ചോളൂ. എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധിയോടെ നന്മയോടെ ജീവിക്കുന്ന തലമുറകളെ 1000 തലമുറകൾ വരെ ഞാൻ അനുഗ്രഹിക്കുമെന്നാണ് പറയുക. അപ്പൻ്റെയും അമ്മയുടെയും അല്ലെ കുടുംബാംഗങ്ങളുടെയും നന്മയുടെ ജീവിതം 1000 തലമുറകൾ ഡിപ്പോസിറ്റായിട്ട് അത് അനുഗ്രഹമായിട്ട് കിട്ടുമെങ്കിൽ 3-4 തലമുറ നിങ്ങളുടെയൊക്കെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്യേണ്ടതായിട്ട് വരും എന്നൊരു താക്കീത് കൂടെ ഒപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് അനുഗ്രഹത്തിൻ്റെ ഉറവിടങ്ങളാക്കാം. നമ്മുടെ നന്മയുടെ പുണ്യത്തിൻ്റെ ജീവിതം കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഡിപ്പോസിറ്റുകളാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൈമാറുക എന്ന് നമ്മൾ അറിയുന്നത് കൊണ്ട് പുണ്യം ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എവിടെ ജീവിക്കുന്നു, നമ്മുടെ കുടുംബത്തിൽ തമ്പുരാൻ എന്തുമാത്രം സ്ഥാനമുണ്ട്, ദൈവം കൂടി നമ്മുടെ കുടുംബകാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുവോ, നമ്മൾ വെറുപ്പിലോ വിദ്വേഷത്തിലോ അങ്ങനെയുള്ള വീടുകളിൽ ജീവിക്കുന്നവരല്ല. നമ്മുടെ സ്നേഹമാകുന്ന ഭവനത്തിൽ, സ്നേഹം നമ്മുടെ ഭവനമായ വീടായി മാറുന്നു. സ്നേഹത്തിൽ ജീവിക്കുന്നവരും ആത്മീയത്തിൽ ജീവിക്കുന്നവരൊക്കെ ആവട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഉറവിടങ്ങളായി തീരും. നമുക്കൊരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് നമ്മളിപ്പോഴായിരിക്കുന്ന ഭവനങ്ങളെയോ സമൂഹത്തെയോ ഒക്കെ മുമ്പിൽ കണ്ടുകൊണ്ട്, തമ്പുരാനെ, നിൻ്റെ സാന്നിധ്യം കൊണ്ടും നിൻ്റെ കൃപ കൊണ്ടും ഞങ്ങൾ ജീവിക്കുന്ന ഇടത്തെ, ഈ ഭവനത്തെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹത്തിൻ്റെ ഇടമാക്കി മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൽ ജീവിക്കാൻ, സമാധാനത്തിൽ ജീവിക്കാൻ, സന്തോഷത്തിൽ ജീവിക്കാൻ, സ്നേഹവും സന്തോഷവും സമാധാനവും നമ്മുടെ ഭവനമാക്കി മാറ്റാൻ, നമ്മുടെ ഭവനങ്ങൾക്ക് ആവശ്യമുള്ള സുരക്ഷ നൽകുന്ന പുണ്യത്തിൻ്റെ നന്മയുടെ ഡിപ്പോസിറ്റുകളൊക്കെ നമുക്കുണ്ടാവാൻ ഈശോയെ അതിനാവശ്യമുള്ള ചിന്തയും വെളിച്ചവും ത്യാഗസന്നദ്ധതയും കൃപയും ഈ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത എല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് അങ്ങേക്ക് സ്ഥാനം നൽകി ജീവിക്കാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളുടെയും ദാതാവെ അങ്ങയുടെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.